എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു എന്താ പറയാ നമുക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അല്ലാണ്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റക്കായി പോയ ഒരു മൊമെന്റിലാണ് അഖിലയുടെ ആ ഒരു ദിവസമാണ് അഖിലയുടെ മെസ്സേജ് വരുന്നത്. അങ്ങനെ അഖിലയുടെ ഓക്കെ പറഞ്ഞു. 1-to-1 സെഷനിൽ എന്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. എന്താ പറയേണ്ടത്, അങ്ങനെ ഈ 21 ഡേയ്സ് ചലഞ്ചിന് ചേർന്നതിന് ശേഷം ഒരിക്കലും മിറാക്കിൾ പോലെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മെന്റലി ഫിസിക്കലി പറഞ്ഞറിയിക്കാനാവാത്ത ഒരുപാട് ചേഞ്ചസ് എന്നിലോ ഉണ്ടായി. അത് മാത്രല്ല, ഗൈനക്കായിട്ട് എനിക്ക് എൻഡോമെട്രിയോസിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് എപ്പോഴും പീരീഡ്സ് ഒരു ഭയങ്കര വേദനയാണ്, ബ്ലീഡിങ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യമായിട്ട് ഒരു 10-13 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് എനിക്ക് വേദന ഇല്ലാത്ത ഒരു മാസം കഴിഞ്ഞ മാസം പീരീഡ്സ് ആയപ്പോ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഹാപ്പി ആയിട്ട് ആ 4 ദിവസത്തെ വെൽക്കം ചെയ്തു. അത് മാത്രല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം, എന്റെ കാലിന് എപ്പോഴും അലർജിക്കായുള്ള ഇഷ്യൂസ് ആണ്. എല്ലാ സമയത്തും അതിങ്ങനെ എന്താ ഭയങ്കര ഇച്ചിങ്, പൊട്ടുന്ന ഒരു എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ് എന്റെ കാലിന്. ഇപ്പൊ എന്റെ കാല് ഭയങ്കര നീറ്റാണ്. എന്റെ അടുത്ത് ചോദിക്കും ഏത് ഡോക്ടറെ കാണിച്ചതെന്ന്. എന്റെ അടുത്ത് ഇന്ന് ചോദിച്ചിരുന്നു, സ്കൂളിൽ ഒരു ടീച്ചർ ചോദിച്ചു ഏത് ഡോക്ടറാണ് കാലിന്റെ മാറാൻ വേണ്ടി കാണിച്ചതെന്ന്. ഞാൻ ഇതാണെന്ന് ഞാൻ പറയാതിരിക്കാൻ കാരണം, നമ്മളെല്ലാരും ചിലപ്പോ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ മറ്റൊരാളോട് ഈ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ അവരെന്റെ അടുത്ത് ചോദിച്ചത് ഇതൊക്കെ ഇതൊക്കെ നടക്കുമെന്നാണ്. അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ അതിൽ നിനക്ക് തോന്നുന്നതായിരിക്കും എന്നാ പറഞ്ഞത്. അപ്പോ എല്ലാരും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇതാണ് എന്നുള്ളത്. അപ്പൊ എന്റെ ഈ ഒരു വലിയൊരു ചേഞ്ചിന് അഖില മാമിനോട് എങ്ങനെ നന്ദി പറയണം, നന്ദി പറഞ്ഞാൽ അതൊരു വെറും ഒരു വാക്കായി പോകും. അതിനും അപ്പുറത്തേക്ക് എന്താ പറയണ്ട, ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് അഖില മാമിനെ. അഖില എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്താ പറയേണ്ടത്, എനിക്ക് ഈ ഒരു ഹാപ്പി, ഞാൻ ഒരുപാട് മാറിപ്പോയി, എല്ലാ രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അഖില ഭയങ്കര അതാ ഹൃദയം കൊണ്ട് സ്നേഹത്തോടെ അഖിലയെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം. അല്ല മാമിന് അത് പിറ്റേ ദിവസം തന്നെ ഉറങ്ങാൻ പറ്റിയില്ലേ? അതൊന്ന് പറഞ്ഞേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? എത്രയോ നാളായിട്ട് ഉറങ്ങാതെ ഉള്ള ഇഷ്യൂസ് ഒക്കെ മാറി കിട്ടിയില്ലായിരുന്നു. പിറ്റേ ദിവസം തന്നെ മാം പിന്നെ മെസ്സേജ് ഇട്ടത് ഞാൻ നന്നായിട്ട് ഉറങ്ങി. അതാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി ടെൻഷൻ വന്നു കഴിഞ്ഞാല് ഞാൻ ഉറങ്ങാതിരിക്കുന്ന ഒരാളാണ്. ഒരു മണിക്കൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ ഉറങ്ങുന്നത് ഒരു 5 മണിയൊക്കെ ആവുമ്പോഴാണ്. അത് കഴിഞ്ഞ് 5:15 എഴുന്നേൽക്കുകയും വേണം. അപ്പൊ ഭയങ്കര ക്ഷീണാണ്, എപ്പോഴും ക്ഷീണാണ്. പക്ഷെ ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ മാറ്റാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇതെന്താ, അഖില പറയുന്നത് എന്താണോ ആ ഒരു പ്രൊസീജിയർ ഒക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പുതിയ ആൾക്കാരോട് പറയാണ്, പഴയ ആൾക്കാർക്ക് പിന്നെ ഒരുപാട് മിറാക്കിൾ, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല, അതാണ് ശരിക്കും നമ്മള് താങ്ക് യു ഷിംന ടീച്ചർ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. കാരണം നമ്മളില്ലേ, ഇത് ആൾക്കാർ പറയും ഇതൊക്കെ വെറുതെ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതൊരിക്കലും ആൾക്കാര് എന്താ വിചാരിക്കുക, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ വെറുതെ തോന്നലാണ്, ഒക്കെ എങ്ങനെയാണ് പറയുക എല്ലാവരും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സയന്റിഫിക് ബേസിസ് അടക്കം ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ആരും ഇതിനെ ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. ഓക്കെ, എനിക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ വർക്ക് ആവുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. നിങ്ങളിപ്പോ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് ആരും ഇത്രയും സയന്റിഫിക് ആയിട്ട് ഇതിന്റെ പറകിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞു തന്നൊന്നും വരില്ല. ചിലർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. എനിക്കറിയുന്ന ആരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോ നിങ്ങള് ബ്ലൈൻഡ്ലി വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ ആൾക്കാര് വിചാരിക്കും ഇത് ഇവളെന്തോ മാജിക് ആണ് കാണിക്കുന്നത്, ഇവക്ക് എന്താ പരിപാടി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും, എനിക്കൊന്നും ആരും ഇതുവരെ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല മാജിക് പ്രാക്ടീസ്